ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലെത്തി ഏറ്റവും വലിയ മലയാളം സിനിമ മമ്മൂട്ടി നായകനെത്തിയ ബസൂക്ക ആ സിനിമയുടെ ആദ്യ 5 ദിവസങ്ങൾ അവധി ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വർക്കിംഗ് ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ 5 ദിവസത്തെ കൃത്യമായ കേരള കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം മമ്മൂട്ടിയുടെ സ്റ്റാർഡം വെച്ച് പ്രതീക്ഷിക്കുന്ന ഒരു കളക്ഷൻ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആദ്യം പ്രേക്ഷകർ അറിയിച്ചു കൊള്ളട്ടെ. സിനിമയുടെ ആദ്യ 5 ദിവസത്തെ ഡീറ്റെയിൽ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം 3,23,00,000 കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമ. രണ്ടാം ദിവസം 2,19,00,000. മൂന്നാം ദിവസം ശനിയാഴ്ച 1,77,00,000. നാലാം ദിവസം 1,71,00,000. ഇന്നലെ വിഷു ദിവസം അവധി ദിവസം 1,57,00,000 എന്നിങ്ങനെയാണ് ഗ്രോസ് കളക്ഷൻ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഞായറൊപ്പം തന്നെ ഇന്നലെ തിങ്കളാഴ്ച അവധി ദിവസമെല്ലാം തന്നെ 2 കോടി വീതം കേരള ഗ്രോസ് ആയിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാൽ ആ ലെവലിലേക്കൊന്നും തന്നെ ഈ മമ്മൂട്ടി സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആദ്യ 5 ദിവസത്തെ കേരള ഗ്രോസ് നാം പ്രതീക്ഷിച്ചത് 12 കോടിക്ക് അടുത്താണെങ്കിൽ യഥാർത്ഥത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് കേരളത്തിൽ 10,47,00,000 രൂപ മാത്രമാണ്. ഇനിയും സിനിമയുടെ കേരള ഷെയർ 5 കോടി പിന്നിട്ടിട്ടില്ല. ഇനി ബസൂക്കയുടെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കളക്ഷനിലേക്ക്, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 1,24,00,000 രൂപയാണ് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. അങ്ങനെ ആകെ 5 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 11,71,00,000 ഗ്രോസ് നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 20 കോടി കളക്ഷനാണ് 5 ദിവസങ്ങൾ കൊണ്ട് പിന്നിട്ടിരിക്കുന്നത്. നേരത്തെ ഇന്നലെല്ലാം തന്നെ പ്രതീക്ഷിച്ചത് 23 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു. അതിലേക്കും സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ ബസൂക്ക എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നു. കാത്തിരിക്കൂ ഇതുപോലുള്ള സിനിമയുടെ അടുത്ത ദിവസങ്ങളിലെ കൃത്യമായ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്.